നെന്മാറയിലെ ഇരട്ട കൊലപാതകം ദൗർഭാഗ്യകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുകയാണ്. വീഴ്ച വരുത്തിയ SIയെ സസ്പെൻഡ് ചെയ്തുവെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ പോലീസ് പരാജയപ്പെടുകയാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നിയമസഭയിൽ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. നെന്മാറ ഇരട്ട കൊലപാതകത്തിന് കാരണം പോലീസിന്റെ വീഴ്ചയാണെന്ന് N. ഷംസുദ്ദീൻ MLA കുറ്റപ്പെടുത്തി. 4/2/2025 രാത്രി 11 മണിയോടെ ആളുകൾ കൂട്ടം കൂടി നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്ന് പോലീസ് എത്തി ലാത്തി വീശി ആളുകളെ പിരിച്ചുവിടുകയുണ്ടായി. ഇക്കൂട്ടത്തിൽ അടൂരിൽ നിന്നും വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത് മടങ്ങി വന്ന എരുമേലി സ്വദേശികളിൽ ചിലരും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവരിൽ ചിലർ സമീപത്തെ ബാറിലെത്തി മദ്യം ആവശ്യപ്പെട്ട് ബാറിലെ ജീവനക്കാരുമായും കൂട്ടം കൂടി നിന്ന മറ്റുള്ളവരുമായും സംസാരിക്കുകയും ബഹളമുണ്ടാക്കുകയുമുണ്ടായി. സംഭവത്തിൽ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ BNS 189(2), 191(2), 190, 296(B), 351(2) എന്നീ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നു. ഈ സംഭവത്തിൽ വെച്ച് പരിക്കേൽക്കാനിടയായി ചികിത്സയിൽ കഴിഞ്ഞ യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് ഈയിടെ ഉണ്ടായ ക്രൈം കേസുകളെ കുറിച്ചും അതിൽ പോലീസ് എടുത്ത നടപടികളെ കുറിച്ചും നിയമസഭയിൽ വിശദീകരിക്കുകയാണ്. സൈഫ് സൈൻ ലാബ്ദീൻ നിയമസഭയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. സൈഫ്, എന്താണ് ഇന്നിപ്പോൾ അടിയന്തര പ്രമേയത്തിന് അനുമതി ചോദിച്ചുകൊണ്ട് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ച വിഷയം? നിഷാദ്, സംസ്ഥാനത്ത് പോലീസിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പാലക്കാട് നെന്മാറയിൽ ചെന്താമര നടത്തിയ കൊലപാതകം പോലീസിന്റെ വീഴ്ചയാണ്. മാത്രമല്ല, സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി പോലീസുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നു. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടാകുന്നു. ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് N. ഷംസുദ്ദീൻ അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രി പോലീസിനെ പൂർണ്ണമായി ന്യായീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ചെന്താമര നടത്തിയ കൊലകൾ നിർഭാഗ്യകരമാണെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തുടങ്ങിയെങ്കിലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്ന് ന്യായീകരിക്കുകയാണ് ചെയ്തത്. ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കാര്യക്ഷമമായ അന്വേഷണം നടന്നു വരികയാണ്. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകിയത് കോടതിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ചെന്താമര അവിടെ എത്തിയത്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ടയിൽ വിവാഹ സംഘത്തെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസുകാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് തുടങ്ങിയ വിശദീകരണങ്ങൾ മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ നൽകി. അതിന് പിന്നാലെയാണ് N. ഷംസുദ്ദീൻ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ട് സംസാരിച്ചത്. സംസ്ഥാനത്ത് ക്രമസമാധാന നില ഇത്രയും മോശമായ സമയമുണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അതുപോലെ തന്നെ പോലീസിന്റെ വീഴ്ച കൊണ്ടാണ് 2 കുഞ്ഞുങ്ങൾ കൊലക്കത്തിക്ക് ഇരയായത് എന്ന് പറയുകയും ചെയ്തു. നെന്മാറ കൊലപാതകം അത് പോലീസിന്റെ വീഴ്ചയാണ്. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകി എന്ന് പറയുന്നത് തെറ്റാണ്. നെന്മാറ പഞ്ചായത്തിൽ കയറാൻ വേണ്ടിയുള്ള അനുമതി